നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 776. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 776. അതായത് ഭഗവാന്റെ ലീലാകാന്ഡം എന്നുള്ളതിൽ 41-ാം സർഗം ബ്രഹ്മചര്യവും ഗാർഹസ്ഥ്യവും എന്നുള്ള ഒരു അതിഗഹനമായിട്ടുള്ള ഒരു ഭാഗത്താണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 36-ാമത്തെ ശ്ലോക പറഞ്ഞു നിർത്തിയത്. ആവിധം പുണ്യശീലത്താൽ തന്നെ രക്ഷിതനാമവൻ പാപങ്ങൾ തീർന്നു വിണ്ണിൽ ചെന്ന് ഇന്ദ്രനൊപ്പം വിളങ്ങിടും. ഇവിടെ ഇപ്പോൾ സ്വർഗലോകമല്ല നമ്മുടെ ഉദ്ദേശം. എന്താ? മോക്ഷ. പക്ഷേ ഈ ഭാഗവത കഥയിൽ ധാരാളം രാജാക്കന്മാരുടെയും ചക്രവർത്തിമാരുടെയും, അതായത് ഈ ബ്രാഹ്മണന്മാർ ഭ്രൂസുരന്മാരാണെന്നും ക്ഷത്രിയന്മാരാണ് രാജാക്കന്മാരെന്നും, എന്നാൽ രാജാക്കന്മാർ സാക്ഷാൽ വിഷ്ണുവിൻ്റെ ഗുണഗണങ്ങളുള്ളവരാണെന്നും പരസ്പരം ആദരവോടുകൂടി വർത്തിക്കണം എന്നൊക്കെ പറയുന്നുണ്ടായിട്ടുണ്ട്. അതാണ് അവിടെ പറഞ്ഞത്. ആവിധം പുണ്യശീലത്താൽ തന്നെ രക്ഷിതനാമവൻ. ഓരോരുത്തരെയും രക്ഷിക്കണത് അവരവരുടെ പുണ്യശീലങ്ങളാണ്. പുണ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അവന് രക്ഷയുണ്ട്, പുണ്യം ചെയ്യാത്തവന് രക്ഷയില്ല. ഭാഗവതല്ല, എന്ത് വായിച്ചിട്ടും കാര്യമില്ല. പുണ്യം അതാണ് പ്രീതികരമായിട്ട് ജീവിക്കുക. അപ്പോൾ എന്നാൽ പാപങ്ങൾ തീർന്ന് വെണ്ണിൽ ചെന്ന് ഇന്ദ്രനൊപ്പം വിളങ്ങിടും, അല്ലെങ്കിൽ വൈകുണ്ഠത്തിലെത്തിയിട്ട് ശ്രീഹരിയിൽ ലയിക്കാൻ പറ്റും, മോക്ഷം. ഇനി 37-ാമത്തെ ശ്ലോകം ശ്രദ്ധിക്കുക. ഇനി ഞാൻ അങ്ങയോട് ആപദ്ധർമ്മവും ചിലതോതിടാം. ഉദ്ധവരെ, അങ്ങൊരു കാര്യം ചെയ്യാം. ഞാൻ ഇനി കുറച്ച് ആപദ്ധർമ്മങ്ങൾ, ആപത്ത് വരുമ്പോൾ എന്തൊക്കെ ധർമ്മങ്ങൾ ചെയ്യണം, അതിൽ ഞാൻ ഒരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ബ്രാഹ്മിൺ കമ്മ്യൂണിറ്റിയിൽ ഒരു ബ്രാഹ്മണൻ പ്രായമായി മരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാണ് മരിക്കണില്ല. ചിലപ്പോൾ 1, 2, 3, 4 പ്രാവശ്യമൊക്കെ വിളക്ക് വെച്ച് വിഷ്ണു സഹസ്രനാമം ജപിക്കും പണ്ടത്തെ കാലത്ത്. ഇപ്പം എനിക്കറിയില്ല, കാരണം പുസ്തകം നോക്കിയിട്ട് വായിക്കാൻ സഹായിക്കണവരുണ്ടാവും. അതും ബുദ്ധിമുട്ടാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ അവരുടെ വാദ്യാന്മാർ പറയും, ഈ മരിച്ചുകൊണ്ടിരിക്കുന്ന ആളുടെ ചെവിയിൽ പോയിട്ട് ആപദ്ധർമ്മത്തിൽ എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലും സമ്പാദിച്ച് വെച്ചിട്ടുണ്ടൊക്കെ അത് ഞാൻ മനസ്സോടുകൂടി അർഹതപ്പെട്ട ആൾക്കാർക്ക് നെക്സ്റ്റ് കിണ്ണൻ കിഡ്സിന് കൊടുക്കുകയാണ് സ്വന്തം മനസ്സാലെ എന്ന് പറയാൻ പ്രേരിപ്പിക്കും. അപ്പോൾ ആ ഭാരമാണ് ഇറങ്ങിയാൽ ചിലപ്പോൾ പെട്ടെന്ന് മരിക്കുകയും ചെയ്യും. അതാണ് ആപദ്ധർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്തിനാ ഞാൻ വിശേഷീകരണ പറയണത്? നമ്മളൊക്കെ ഇപ്പോൾ ഞാനൊക്കെ സീനിയർ സിറ്റിസണാണ്. ഇത് കേൾക്കണവരും പലരും സീനിയർ സിറ്റിസണാണ്. അപ്പോൾ നമ്മൾക്ക് ആപദ്ധർമ്മങ്ങൾ വരരുത്. ശാസ്ത്രീയമായിട്ട് ഭാഗവതം പഠിച്ചിട്ടുള്ള ആ പുണ്യാദി കാര്യങ്ങൾ ഉണ്ടായാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മോക്ഷം പ്രാപിക്കാം. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ പറഞ്ഞു, ഇനി ഞാൻ അങ്ങയോട് ആപദ്ധർമ്മവും ചിലതോതിടാം. ഉഞ്ചവൃത്തിയിൽ വല്ലാതെ വിഷമിക്കും ദ്വിജോത്തമൻ. അതായത് ദാനം വാങ്ങിയിട്ട് ഭിക്ഷ വാങ്ങിയിട്ട് കഴിക്കാമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സാധിച്ചു എന്ന് വരില്ല. അപ്പോൾ എന്ത് ചെയ്യണം? വിഷമിക്കും ദ്വിജോത്തമൻ. രണ്ടാമതൊരു ജന്മെടുത്തവൾ ഉത്തമനായിട്ടുള്ളവൻ, സംസ്കാര സമ്പന്നൻ. പണക്കാരത്തരം പുണ്യകാര്യത്തിൽ മടിയേന്തുകിൽ. അത്തരം പുണ്യകാര്യത്തിൽ മടിയേന്തുകിൽ. അതായത് ഈ ഉഞ്ചവൃത്തി ചെയ്യുന്ന ബ്രാഹ്മണനെ സ്വീകരിക്കുകയെ അല്ലെങ്കിൽ ഉഞ്ചവൃത്തിക്ക് ദാനധർമ്മങ്ങൾ ചെയ്യാതെ കണ്ടിരുന്നാൽ ആ പാപം എന്തു ചെയ്യും?
കച്ചവടം ചെയ്തു കൊള്ളേണം വിൽപ്പാൻ പാടുള്ള വല്ലതും. വിൽപ്പാൻ പാടുള്ള വല്ലതും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ബ്രാഹ്മണര് അന്നം ക്രയവിക്രയം ചെയ്യാൻ പാടില്ല എന്നാണ് ശാസ്ത്രം. അന്നം ബ്രാഹ്മണരല്ല ക്രയവിക്രയം ചെയ്യാൻ പാടില്ല. ഈ ഹോട്ടൽ സംസ്കാരമൊക്കെ പോകുന്നതാ പരമശയിലേ. ഇപ്പോൾ ഞാനൊക്കെ ഊട്ടുവര സംസ്കാരത്തിൽ വളർന്ന ആളാണ്. എന്താ ഊട്ടുവര? അമ്പലത്തിൻ്റെ പേരിലുള്ള പാട്ടം കെട്ടിയാൽ ബ്രാഹ്മണർക്ക് ദിവസേന ഊട്ട് കൊടുക്കുക. അത് വലിയൊരു സംരംഭം ആയിരുന്നു. 64 ഫെബ്രുവരി വരെ നടക്കുന്നുണ്ടായി. പിന്നെയാണ് നിന്നത്. അത് സാരമില്ല. അന്ന് ആ കുട്ടിക്കാലത്തൊരു 12 വയസ്സ് ഞാൻ എന്തൊക്കെ ആധ്യാത്മിക കാര്യങ്ങളിൽ പുണ്യം ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഫലമാണ് ഈ ഭാഗവതമായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഇരുന്നിട്ട് സംസാരിക്കുന്നത്, അല്ലാണ്ടൊന്നുമല്ല. എന്നാൽ അതേപോലെ വേറെ വല്ലവരും ഉണ്ടോ വെച്ചാൽ ഇല്ല. അപ്പോൾ എന്താ? കച്ചവടം ചെയ്തു കൊള്ളേണം വിൽപ്പാൻ പാടുള്ള വല്ലതും, അതിനും കഴിവില്ലെങ്കിൽ മാത്രം ആയുധമേന്തിടാം. ആയുധം ആപദ്ധർമ്മത്തിൽ വയറ് നിറയ്ക്കാൻ ആയുധം എടുക്കാം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവനെ കൊല്ലാനല്ല, മറ്റുള്ളവനെ രക്ഷിച്ചിട്ട് ഒരു സ്റ്റെപ്പ് ഡൗൺ വരിക, ക്ഷത്രിയനാവുക. നായയെപ്പോലെ വാലാട്ടി നിൽക്കായക ആരുടെ മുമ്പിലും. ബ്രാഹ്മണൻ ഒരിക്കലും ഒരാളുടെയും മുമ്പിൽ നായയെപ്പോലെ വാലാട്ടി നിൽക്കായക ആരുടെ മുമ്പിലും. ഇതിന്ന് പല സ്ഥലത്തും നടക്കുന്നുണ്ട്. ഏത്? വാലാട്ടി നിൽക്കുക. കാരണം എന്താ? അവരുടെ പദവി രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്. പരമശൈലേ, മാഴുകും നൃപൻ വിൽപ്പനയോ നായാട്ടോ വിപ്രവൃത്തിയോ ചെയ്താലും ശാവിനെ പോലെ നിൽക്കായക ആരുടെ മുമ്പിലും. ഇനി മാഴുകും നൃപൻ രാജാവ് വിൽപ്പനയോ നായാട്ടോ വിപ്രവൃത്തിയോ ചെയ്താലും നായയെപ്പോലെ ആരുടെ മുമ്പിൽ നിൽക്കരുത്, വാലാട്ടി നിൽക്കരുത്. ശുശ്രൂഷ വൈശ്യൻ ചെയ്തോട്ടെ. ശുശ്രൂഷ വൈശ്യൻ കച്ചവടം വിട്ടിട്ട് ആപദ്ധർമ്മത്തിൽ ശുശ്രൂഷ ചെയ്തോട്ടെ. ശൂദ്രൻ കൈ തൊഴിൽ വല്ലതും ആപത്തകന്നാൽ ചെയ്യായ മറ്റു വൃത്തികളേവനും. അതായത് ശൂദ്രൻ എന്ത് ചെയ്യാം? കൈത്തൊഴിൽ വല്ലതും ചെയ്യാം. കൈക്കോട്ട് കളിക്കുക, ഓലമീയ, അങ്ങനെ എന്തൊക്കെയാണ് പണ്ടത്തെ കാലത്ത് അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത്. അപ്പോൾ കൈത്തൊഴിൽ വല്ലതും ആപത്തകന്നാൽ ചെയ്യുക മറ്റു വൃത്തികളേവനും. സബ്സ്റ്റാൻഡേർഡായിട്ടുള്ള കാര്യങ്ങൾക്ക് അധപ്പതിക്കരുത് ആപത്ത് വന്നാലും. ഇതാണ് സനാതനധർമ്മത്തിൽ ശ്രേഷ്ഠമായിട്ടുള്ള ടീച്ചിങ്സ്. പിന്നെ പറയണോ, ഗൃഹസ്ഥൻ ചെയ്തു കൊള്ളേണം പാരലൗകിക ധർമ്മവും. ഗൃഹസ്ഥൻ ചെയ്തു കൊള്ളണം പാരലൗകിക ധർമ്മം എന്ന് പറഞ്ഞാൽ ലൗകിക ധർമ്മത്തിന് മീതെ ശാസ്ത്രീയമായിട്ട് ആധ്യാത്മിക ധർമ്മം ചെയ്യണം തന്നെയാണ് പറഞ്ഞത്. സ്വാധ്യായ ഹോമാദികളാൽ ഋഷി ദേവാദി പൂജയാൽ. സ്വാധ്യായ സ്വയം പഠിക്കുക. ഹോമാദികളാൽ ഋഷിദേവാദി പൂജയാൽ. ഋഷികളെ പൂജിച്ചും കൊണ്ടും ബ്രാഹ്മണരെ പൂജിച്ചുകൊണ്ടും സർവന്തര്യാമീയാം എന്നെ. എത്ര പ്രാവശ്യം അത് വരുന്നത്? എല്ലാ ജീവജാലങ്ങളിലും ചൈതന്യവത്തായിരിക്കുന്ന എന്നെ, സർവന്തര്യാമിയാം എന്നെ എങ്ങും ഓർത്തു ദിനം പ്രതി എല്ലാ ദിവസവും. അത്യാവശ്യമല്ലാത്ത യജ്ഞങ്ങൾ ചിലതുണ്ടിനി. അത്യാവശ്യമല്ലാത്ത യജ്ഞങ്ങൾ ചിലതുണ്ടിനി. എന്തൊക്കെയത്? വേണ്ടവർക്കൊക്കെയും നൽകി ആർക്കും വിദ്രോഹമെന്നിയേ. ആരേനും വിശേഷേണ ദ്രോഹിക്കാണ്ടിരിക്കുക. വേണ്ടവർക്കൊക്കെയും ഉപകാരം ചെയ്യുക. എല്ലാവർക്കും ഉപകാരം ചെയ്യുക. ആരും ദ്രോഹിക്കാതെ ഇരിക്കുക. ന്യായപ്രകാരം സമ്പാദിച്ചവയാൽ അതു ചെയ്തിടാം. ഏതൊരു കാര്യം, പൂജാതി കാര്യങ്ങൾ ന്യായപ്രകാരം സമ്പാദിച്ചവയാൽ അത് ചെയ്തിടാം. നമ്പർ 2, ഇതിലൊന്നും കൂട്ടരുത്, അന്നദാനത്തിന് കൊടുക്കരുത്. നമ്പർ 2 കൊണ്ട് അന്നദാനം കൊടുത്ത് അതിലുള്ള അന്നം തിന്നവർക്കൊന്നും അത് പ്രാണനെ രക്ഷിക്കാനുള്ള കഴിവുണ്ടാവില്ല. അതാണ് പാത്രം പറഞ്ഞ ദാനം. ഉപാസനയിൽ അശ്രദ്ധ വരായക ഗൃഹചിന്തയാൽ. സപ്താഹം കേൾക്കുക, സപ്താഹം പറയുക.
പൂജ ചെയ്യുക, പാരായണം ചെയ്യുക, പ്രഭാഷണം ചെയ്യുക ഒക്കെ ഉണ്ടല്ലോ. ഉപാസനയിൽ അശ്രദ്ധവരായ ഗൃഹചിന്തയാൽ കുട്ടികളും മക്കളേനെ എങ്ങനെ പോറ്റുക? ദക്ഷിണ കിട്ടണമെന്ന് മതിയാവില്ല, കുറച്ച് കൂട്ടി പറയായിരുന്നു എന്നൊന്നും തോന്നരുത്. ഒന്നാമത് ഇത് അതിനുള്ളതല്ല. ഒരാളെ നേരാക്കുക നമ്മുടെ ചുമതലയാണെന്ന് വിചാരിച്ച് ചെയ്യാമെന്നല്ലാണ്ട് ഭാഗവതത്തിനെ വിറ്റ് തിന്നരുത് എന്ന് ഭാഗവതം പറഞ്ഞിട്ടുണ്ട്. അത് എത്ര ആൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. ഉപാസനയിൽ അശ്രദ്ധവരായ ഗ്രഹചിന്തയാൽ ഇഹവും പരവും രണ്ടും വെറും നശ്വരം ഓർക്കണം. അതായത് ഈ ഇഹം ഇവിടെയും സ്വർഗവും എന്താ വെറും നശ്വരം ഓർക്കണം. പിന്നെ ഏതാ അനശ്വരം? അനശ്വരം ഈശ്വര ചിന്ത, പിന്നെ വൈകുണ്ഠം. പുനരഭിജനനം പുനരഭിമരണം ഇല്ലാത്തൊരവസ്ഥ, അതാണ് അനശ്വരം. അപ്പോൾ പറയണു ഇഹവും പരവും രണ്ടും വെറും നശ്വരം ഓർക്കണം. കളത്രപുത്രാദികളിൽ നീളം ജീവിതയാത്രയിൽ എങ്ങോ നിന്നൊരു ചേർന്നുള്ള പാണ്ഡരെ പോലെ മാത്രമാം. 6, 8, 10, 12 വയസ്സിൽ മര്യാദയ്ക്ക് മനസ്സിലാക്കേണ്ട ഒരു നീതിയാണ് ഇപ്പോൾ പറഞ്ഞത്. ഏത്? കളത്രപുത്രാദികളിൽ നീളും യാത്രയിൽ എങ്ങോ നിന്നൊത്തുചേർന്നുള്ള പാന്തരെ പോലെ മാത്രമാം. ഒരു യാത്രക്കിടയിൽ കണ്ടുമുട്ടുന്ന ആൾക്കാരെ പോലെ ഇവരെയൊക്കെ ഭാര്യ, ഭർത്താവ്, കുട്ടികളെ മനസ്സിലായില്ലേ? അപ്പോൾ അവരിങ്ങോട്ട് കാണുമ്പോഴേക്കും സ്വന്തം ജന്മം തന്ന് നമ്മളാക്കിയിട്ടുള്ള അച്ഛനമ്മമാരെ ഒഴിവാക്കരുത് എന്നർത്ഥം. അപ്പോൾ പാന്തരെ പോലെ മാത്രമാം ദേഹം തോറും മാറി മാറി വരുന്നോരിവരെ വരും. ഇവരൊക്കെ കർമ്മം കൊണ്ട് ദേഹം തോറും മാറി മാറി വരുന്നോരിവരെ വരും. ഉറങ്ങും അളവിൽ കാണും സ്വപ്ന വസ്തുക്കൾ പോലവേ. ഈ അതാത് ജന്മത്തിൽ അനുഭവിക്കുന്ന സുഖദുഃഖപൂർണമായിട്ടുള്ള കൂട്ടുകെട്ടുകൾ, കുടുംബാംഗങ്ങൾ അവരേതേ പോലെയാണെന്നാണ് പറഞ്ഞത്. ദേഹം തോറും മാറി മാറി വരുന്നോരിവരെ വരും. ഉറങ്ങും അളവിൽ കാണും സ്വപ്നവസ്തുക്കൾ പോലവേ. ഈ വണ്ണം ഓർത്ത് അതിഥിയെപ്പോലെ ഗേഹത്തിൽ വാഴണം. നമ്മൾ വീട്ടിൽ നമ്മളൊരു അതിഥിയാണെന്ന് വിചാരിച്ച് ജീവിക്കാനേ പറ്റുള്ളൂ. ആ ബിലോങ്ങിങ്നെസ് വേണ്ടെന്നാണ് പറഞ്ഞത്. ഇത് എൻ്റേതാണ് എന്നുള്ള ചീത്ത ചിന്ത വരരുത്. ഇവരൊക്കെ എൻ്റെ ആൾക്കാരാണെന്ന് പറയരുത്. ആരാ ആദ്യം പോവുക ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഈ വണ്ണം ഓർത്ത് അതിഥിയെ പോലെ ഗേഹത്തിൽ വാഴണം. എൻ്റേതും ഞാനും എന്നീ മറ്റൊന്നിലും ബന്ധമെന്നിയേ. അവിടെയാണ് പ്രശ്നം. എൻ്റേതെന്നും എനിക്കുള്ളതെന്നും എന്നുള്ളൊരു ധാരണ ഉണ്ടാവാൻ പാടില്ല. ഗൃഹത്തിൽ വാഴ്കിലും ദോഷം വരാ. ഇനിയിപ്പോൾ സന്യാസം അല്ലെങ്കിൽ അതിന് മുമ്പത്തെ എന്താ പറയുക കാനനവാസം, വാനപ്രസ്ഥമുണ്ട്, അത് പോയില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഗൃഹത്തിൽ വാഴ്കിലും ദോഷം വരാ. ഭക്തിയുദിക്കുകിൽ മക്കളുണ്ടെങ്കിൽ വനവാസമോ സന്യാസമോ വരം. ഗൃഹത്തിൽ തന്നെ ഭാര്യാദിക്കടിമപ്പെട്ടു വാഴുകിൽ. അതായത് 50 വയസ്സ് കഴിഞ്ഞ് വാനപ്രസ്ഥത്തിന് തയ്യാറായില്ല, വീട്ടുകാര്യത്തിൽ തന്നെ ശ്രദ്ധിച്ച ഒരാൾ ജീവിക്കുകയാണെങ്കിൽ ഗൃഹത്തിൽ തന്നെ ഭാര്യാദിക്കടിമപ്പെട്ടു വാഴുകിൽ അഹം മമതയാൽ മർത്യൻ ജന്മം പാഴാക്കും. അന്നരൻ ജന്മം പാഴാക്കാണ്. അതായത് അതാത് പ്രായത്തിലുള്ള ട്രാൻസ്ഫോർമേഷൻ വേണം. അത് വിചാരിച്ചിട്ട് ഭാര്യേനെ തീ കൊളുത്തണമെന്നോ അല്ലെങ്കിൽ തല്ലി കൊള്ളണമെന്നൊന്നും അല്ല പറഞ്ഞത്. ഇനിയിപ്പോൾ ഭാര്യയെ വിട്ടു പോകാൻ വയ്യെങ്കിലും രണ്ടാളും കൂടിയിട്ട് ഈശ്വരോപാസന ചെയ്യാൻ നല്ലത്. എന്നാൽ 2 കൂട്ടർക്കും മോക്ഷമായി. ഗൃഹത്തിൽ തന്നെ ഭാര്യാദിക്കടിമപ്പെട്ടു വാഴുകിൽ അഹം മമതയാൽ മർത്യജന്മം പാഴാക്കും. അന്നരൻ ഈ ഞാനില്ലെങ്കിൽ മറ്റുള്ളവർക്കൊക്കെയും കഷ്ടമായി വരും. അത് ഭഗവാൻ പറയാണ്, ഞാൻ ഇല്ലെങ്കിൽ മറ്റുള്ളവർക്കൊക്കെയും കഷ്ടമായി വരും. ഇല്ലേ? പാണ്ഡവന്മാർക്ക് ബുദ്ധിമുട്ടാണ് ഭഗവാൻ ഇല്ലെങ്കിൽ. അനാഥരാം കുട്ടികളൊത്തവളെങ്ങനെ വാണിടും.
ഈ ഞാനില്ലെങ്കിൽ മറ്റുള്ളവർക്കൊക്കെയും കഷ്ടമായി വരും. അനാഥരാം കുട്ടികളത്തവളെങ്ങനെ വാണിടും. ഇനി അതിൽ അവസാനത്തെ ശ്ലോകം. വെറും ഗൃഹാസക്തിയിലാണ്ടു മുങ്ങി വിമൂഢനാം മാനുഷൻ ഇപ്രകാരം. വിശേഷേണ മൂഢത്വമുള്ളവനാണ് എന്ത് ചെയ്യണത്? ഗൃഹാസക്തിയിൽ പെട്ടിട്ട് നട്ടം തിരിയണത് എന്നർത്ഥം. വെറും ഗൃഹാസക്തിയിലാണ്ട് മുങ്ങി വിമൂഢനാം മനുഷ്യൻ ഇപ്രകാരം ഭാര്യാദിയെ തന്നെ നനച്ചു വാഴിയിൽ അജ്ഞാതമാം കൂരിരുളിങ്കൽ വീഴും. വളരെ അപ്റ്റായിട്ടുള്ളൊരു കമൻ്റാണത്. ഭാര്യാദിയെ തന്നെ നനച്ചു വാഴിയിൽ അജ്ഞാതമാം കൂരുരുളിൽ വീഴും. അജ്ഞാതമായ കൂരുരുളിൽ വീഴരുത്. ഇതി ശ്രീകൃഷ്ണ കഥാമൃതേ കലികൽമഷനാശനെ ഉപാസനാകാണ്ഡേ ഏകചത്വാരി സത്സർഗ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം എല്ലാവരിലും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന. നമസ്കാരം. നാളെ കാണാം.